പഠിക്കുക മാത്രമല്ലല്ലേ, ജോലി ചെയ്യാനുള്ള സൗകര്യവും എക്സാക്ടൊക്കെ ഒരുക്കുന്നുണ്ട്. അതെ അതെ, ഇവിടെ നമ്മൾ ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. ഇവിടെ പാർട്ട് ടൈം ആയിട്ട് ഡേറ്റ എൻട്രി അങ്ങനത്തെ വർക്ക് നമുക്ക് ഇവിടെ ചെയ്യാൻ പറ്റും. അവർ തന്നെ നമുക്ക് ഫീ അടയ്ക്കാനുള്ളൊരു സൗകര്യം ഇങ്ങനെ ഈ ഒരു പാർട്ട് ടൈം ജോബിലൂടെ നമുക്ക് തരുന്നുണ്ട്. വെഞ്ഞാറമൂട്ടി ഇരുന്നുകൊണ്ട് തന്നെ റോബോട്ട് ഉണ്ടാക്കാൻ പഠിച്ചാലോ, അതാണ് എക്സാക്ടൊക്കെ ഒരുക്കുന്നത്. അതായത് 10 മുതൽ 18 വയസ്സ് വരെയുള്ള കുട്ടികൾക്കുള്ള 1 മന്ത് കോഴ്സാണ് എക്സാക്ടൊക്കെ ഒരുക്കുന്നത്. വെഞ്ഞാറമൂട് തന്നെയാണ് കേട്ടോ. ഇപ്പോൾ നമ്മളോടൊപ്പം നിൽക്കുന്നത് ഇവിടെ പഠിക്കുന്ന കുട്ടികളാണ് കേട്ടോ. പേരെന്തായിരുന്നു? റോണ. ഏത് കോഴ്സാണ് പഠിക്കുന്നത്? ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ആൻഡ് മാനേജ്മെന്റ്. എങ്ങനെയുണ്ട്? എത്ര നാളുകൊണ്ട് പഠിക്കുന്നുണ്ട്? 1 ഇയർ ആവാറായി. 1 ഇയർ ആയി. എങ്ങനെയുണ്ട് ക്ലാസ് ഒക്കെ? എങ്ങനെയുണ്ട് ഇവിടുത്തെ? നല്ല ക്ലാസ് ആണ്. ടീച്ചേഴ്സ് ആയാലും ഫ്രണ്ട്ലി ആണ്. മാനേജ്മെന്റ് ആയാലും ഫ്രണ്ട്ലി ആണ്. പഠിക്കാൻ എങ്ങനെയുണ്ട്? അതൊക്കെ പഠിക്കുന്നുണ്ട്. പഠിക്കാൻ എളുപ്പമുണ്ട്. പഠിക്കുന്നുണ്ട്. പേരെന്തായിരുന്നു? അൽഫിയ. എങ്ങനെ, 1 വർഷമായോ? 1 വർഷം ആകുമ്പോൾ. എങ്ങനെയുണ്ട് ക്ലാസ് ഒക്കെ? എങ്ങനെയുണ്ട് എക്സാക്ട് ക്ലാസ്? എങ്ങനെയുണ്ട് ക്ലാസ് എല്ലാം വളരെ നന്നായിട്ട് പോകും. കുട്ടികൾക്ക് ഇപ്പോൾ പുതിയ റോബോട്ടിക്കും എ ഒക്കെ വരികയാണ്. അപ്പോൾ അവരെയൊക്കെ പഠിക്കാനായിട്ട് പുതിയ ബാച്ച് വരികയാണ്. അപ്പോൾ അവരോടൊക്കെ എന്താ പറയാനുള്ളത്? ഇവിടെ നല്ലതായിട്ട് ക്ലാസ് ഒക്കെ എടുക്കും. അപ്പോൾ അവരുടെ അടുത്ത് എന്താ പറയാനുള്ളത്, പുതിയ കുട്ടികളോട് പറയാനുള്ളത്? ഫ്യൂച്ചറിലേക്ക് ഇനിയിപ്പോൾ എയുടെ അപ്ഡേഷൻസ് ആയിരിക്കും. അപ്പം ഈ ക്ലാസ് കൊണ്ട് ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും. വെഞ്ഞാറമൂട്ടിലേക്ക്, ഈ വെഞ്ഞാറമൂട്ടിലെ ഒരു പ്രദേശത്തേക്ക് ഇത് കൊണ്ടുവരുമ്പോൾ തന്നെ ഒരുപാട് യൂസ്ഫുൾ ആയിരിക്കും. ഒരുപാട് സ്റ്റുഡൻസിന് യൂസ്ഫുൾ ആയിരിക്കും. ഹോസ്റ്റൽ സൗകര്യം ഉണ്ടല്ലേ? എവിടെന്നാ വരുന്നത്? ഞാൻ പത്തനംതിട്ട. പത്തനംതിട്ടയാണ്. ഇവിടെ ഹോസ്റ്റലിൽ നിന്നാണ് പഠിക്കുന്നത്. എങ്ങനെയുണ്ട് ഹോസ്റ്റൽ സൗകര്യമൊക്കെ? എങ്ങനെയുണ്ട്? നല്ല സൗകര്യമാണ്. നമുക്ക് നല്ല ആംബിയൻസ് ആണ്. നമുക്ക് ഇപ്പോൾ പുതിയതായിട്ട് അഡ്മിഷൻ എടുത്ത് വന്ന ആൾക്കാർക്ക്, ദൂരെ നിന്ന് വരുന്ന പിള്ളേർക്കാണെങ്കിലും നിൽക്കാനൊക്കെ സൗകര്യമുണ്ട്. പ്രശ്നങ്ങളൊന്നുമില്ല. സേഫ്റ്റിയാണ്. അപ്പോൾ ഈ ഒരു വർക്ക് ചെയ്യുന്നുണ്ടോ? എക്സ്ട്രാ വർക്ക് ചെയ്യുന്നുണ്ടോ? നമ്മൾ ഇടയ്ക്ക് വെച്ച് ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ നമുക്ക് എക്സാം ഒക്കെ ആയതുകൊണ്ട് നമ്മൾ അതൊരു സൗകര്യമാണല്ലോ അല്ലേ? ഹോസ്റ്റലിലേക്ക് നിൽക്കുമ്പോഴൊക്കെ പഠിക്കാനുള്ള ഒരു ഫണ്ട് കണ്ടെത്തുവാനായിട്ട്. അതെ, നല്ല സൗകര്യമാണ്. ആഴ്ചയിൽ 3 ദിവസം വെഞ്ഞാറമൂടും ഉണ്ട്. വെഞ്ഞാറമൂട് പറ്റാതെ സിറ്റിയിലുള്ളവർക്കാണെങ്കിൽ പട്ടത്തും വെച്ച് നമ്മൾ ഈ കോഴ്സ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പം സ്ഥലം കാരണം നമുക്ക് പിള്ളേർക്ക് ഇത് പഠിക്കാതെ ഇരിക്കേണ്ട ഒരു ഗ്യാപ്പ് നമുക്ക് മാറ്റി. എവിടെ വേണമെങ്കിലും, ഇവിടെ സെന്ററിൽ നമുക്ക് പഠിക്കാം. അതായത് ഏപ്രിൽ 16 മുതൽ മെയ് 16 വരെയാണ് ഈ ഒരു കോഴ്സ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പോൾ പല ബാച്ചുകളായിട്ട് നമുക്ക് പല ബാച്ചസ് ആയിട്ട് രാവിലെ വരുന്നവർക്ക് രാവിലെ, ഉച്ചയ്ക്ക് ശേഷം വരാന്നുള്ളവർക്ക് അങ്ങനെ നമുക്ക് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ വരുന്നുണ്ട്, ലോജിസ്റ്റിക്സ് ആൻഡ് സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റ് വരുന്നുണ്ട്, മോണ്ടിസോറി ടീച്ചേഴ്സ് ട്രെയിനിങ് വരുന്നുണ്ട്, കമ്പ്യൂട്ടറിൻ്റെ തന്നെ ഡേറ്റാ സയൻസ്, AI പോലുള്ള കോഴ്സുകളെല്ലാം തന്നെ ഇവിടെ കൊടുക്കുന്നുണ്ട് വെഞ്ഞാറമൂട്. അപ്പോൾ എങ്ങനെയാണ് ഇത്? ഒരു കുട്ടി വന്ന് ഒരു അഡ്മിഷൻ എടുത്തു, ആ കുട്ടിക്ക് എങ്ങനെയാണ്, ഏത് കോഴ്സിലേക്കാണ് ചെയ്യേണ്ടത്, അങ്ങനെ ഒരു ഇത് കൊടുക്കുന്നുണ്ടോ നിങ്ങളുടെ ഭാഗത്ത് നിന്ന് ഒരു സപ്പോർട്ട്? ഉറപ്പായിട്ടും. ബിക്കോസ് നമ്മളെല്ലാവരും കുട്ടികളെ ഇവിടെ കൊണ്ടുവരുമ്പോൾ അവർക്ക് ഏത് കോഴ്സാണ് വേണ്ടതെന്ന് അവർക്കറിയില്ല. അപ്പോൾ കൊണ്ടുവരുന്ന ഓരോ കുട്ടികളെയും ഞങ്ങൾ ഓരോ കരിയർ കൗൺസിലിംഗ് സെഷൻ നടത്തി തന്നെയാണ് ഓരോ കുട്ടികൾക്കും വേണ്ട കോഴ്സ് നമ്മൾ എടുക്കാനായിട്ട് സെലക്ട് ചെയ്യുന്നത്. അതെ, ഒരു കോഴ്സ് ഏതാണ് വേണ്ടതെന്നുള്ളത് അവർ കൃത്യമായിട്ട് നമ്മൾ നോക്കിയതിന് ശേഷം, മനസ്സിലാക്കിയതിനും ശേഷം മാത്രമാണ് ആ ഒരു പ്രോസസ്സിലേക്ക് ഞങ്ങൾ വിടുന്നത്. അത് മാത്രമല്ല, ഇവിടെ വർക്ക് ചെയ്യുന്നവർക്ക് കൂടെ ജോലി ചെയ്യാനുള്ള, അല്ലേ, അവരുടെ ഒരു ഇൻകം കണ്ടെത്തുവാനുള്ള ഉറപ്പായിട്ടും അതിപ്പോൾ നമുക്ക് അൺഫോർച്ചുനേറ്റ്ലി ഇന്ത്യക്കകത്ത് ഇല്ലാത്തൊരു സിസ്റ്റമാണ്. നമുക്കിപ്പോൾ കുറേ നാൾ നമ്മൾ പഠിച്ചുകൊണ്ടേ ഇരിക്കുക, പിന്നെ ജോലിക്ക് വേണ്ടിയിട്ട് കുറേ ഏജ് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ ശ്രമിക്കുക. പക്ഷേ അതിവിടെ മാറ്റുകയാണ് നമ്മൾ എക്സാടെക്കിലൂടെ. നമുക്ക് ആദ്യമായിട്ടൊരു കുട്ടി സ്റ്റുഡൻറ്റ് വരുന്നു, അവരുടെ കോഴ്സ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ, ഇപ്പോൾ ഇവിടെ ഡേറ്റാ പ്രോസസ്സിംഗ് ഡിഫറെൻ്റ് ആയിട്ടുള്ള പ്രോജക്ട്സ് ഞങ്ങൾ ഇവിടെ അടുത്ത് ചെയ്യുന്നുണ്ട് IT സൊല്യൂഷൻ്റെ ഭാഗമായിട്ട്. അപ്പോൾ അതിലൂടെ തന്നെ കുട്ടികൾക്ക് ഇഷ്ടമുള്ള ജോലിയിലേക്ക്, ഇപ്പോൾ നമുക്ക് വരുന്ന പ്രോജക്റ്റിന് അവർക്ക് സെലക്ട് ചെയ്തുകൊണ്ട് തന്നെ ആ ജോലിയിലേക്ക് ചെയ്ത് അധികം ഒരു ഏർണിങ്സോട് കൂടി തന്നെ അവർക്ക് ഇവിടെ നിന്ന് കോഴ്സ് എടുത്ത് മുന്നോട്ട് പോകാനായിട്ട്. വെഞ്ഞാറമൂട്ടിലാണ് എക്സാടെക്കിലുണ്ട് എന്നുണ്ടെങ്കിലും പഠിക്കുവാനായിട്ട് ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട്, ഒരുപാട് ജില്ലയിൽ നിന്ന് കുട്ടികൾ വരുന്നുണ്ട്. അപ്പോൾ അവരുടെയൊക്കെ ഹോസ്റ്റൽ സൗകര്യങ്ങളൊക്കെ എക്സാടെക്ക് ഒരുക്കുന്നുണ്ട്. അതെ, ഉറപ്പായിട്ടും. ഞങ്ങളുടെ അടുത്ത് തന്നെയാണ് ഹോസ്റ്റൽ ഫെസിലിറ്റി ഒരുക്കിയിട്ടുള്ളത്. എല്ലാവരും നല്ല രീതിയിൽ തന്നെയാണ് ഇത്രയും നാൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. നല്ല രീതിയിലുള്ള ഹോസ്റ്റൽ ഫെസിലിറ്റി ഇടുക്കി, പത്തനംതിട്ട പോലുള്ള ജില്ലകളിൽ നിന്ന് പോലും കുട്ടികൾ ഇവിടെ വരുന്നുണ്ട്.